അച്ഛൻ തിരുമേനി. ആ വിളി കേട്ടതും അച്ഛൻ തിരുമേനി ശ്രീലകത്തിൽ നിന്ന് എത്തി നോക്കി. കണ്ണാ, അച്ഛൻ തിരുമേനി എന്ന് പറഞ്ഞ് രണ്ട് കയ്യിലും കാറ്റാടിയും പിടിച്ച് ഓടി വരണു കണ്ണൻ. ആഹാ, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. വാരസ്യാലമ്മ ഉണ്ണിക്ക് വാങ്ങി തന്നതാ. കാവിലമ്മയുടെ താലപ്പൊലി ഉത്സവല്ലേ? വിശേഷമൊക്കെ ഞാൻ പറയാം, അതൊക്കെ ഞാൻ പറയാം. പക്ഷെ എനിക്ക് ദാഹിക്കണു, കുറച്ച് വെള്ളം എടുത്തു തരുമോ? പിന്നെ എന്തേ, ഇപ്പം തരാലോ. അച്ഛൻ തിരുമേനി വേഗം ചെന്ന് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് ഉണ്ണിക്ക് കൊടുത്തു. വെള്ളമൊക്കെ വേഗം വേഗം കുടിച്ചിട്ട് വിശേഷം പറയാൻ ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ണൻ. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ തിരുമേനി അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് നോക്കണം. എന്ത് ഭംഗിയാ! പുറത്തെ ശീവേലിയും കൊട്ടും വാദ്യവും മേളവും, പിന്നെ വെളിച്ചപ്പാടും ഉണ്ട് അവിടെ. കണ്ണന് പേടിയായി. കണ്ണൻ വേഗം വാരസ്യാലമ്മയുടെ കയ്യും പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കളിപ്പാട്ടക്കടയിൽ പോകാം. അച്ഛൻ തിരുമേനിക്ക് ചിരി വന്നു. എന്നിട്ട് കളിപ്പാട്ടക്കടയിലേക്ക് ചെന്നിട്ട് വാരസ്യാലമ്മ ചോദിച്ചു, എന്ത് കളിപ്പാട്ടാ ഉണ്ണിക്ക് വേണ്ടേന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കാറ്റാടി മതിയെന്ന്. 2 എണ്ണം വാങ്ങി തന്നു. ഇത് നോക്കൂ, നല്ല ഭംഗിയില്ലേ? പിന്നില്ലേ? കണ്ണൻ്റെ നിഷ്കളങ്കമായ ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ അച്ഛൻ തിരുമേനിക്ക് മറുപടി പറഞ്ഞ് പിന്നില്ലേ എന്നല്ലാതെ വേറെ ഒന്നും പറയാൻ സാധിച്ചില്ല. ഉണ്ണി കണ്ണൻ്റെ നിഷ്കളങ്കമായ ഉത്സവ കാഴ്ചകളുടെ വർണ്ണന അത് കേട്ടപ്പോൾ തന്നെ അച്ഛൻ തിരുമേനി ശ്രീലകത്തിരുന്ന് ഉത്സവം കണ്ട പോലെ ആയി. ആ പ്രതീതി എന്താ പറയാ. ഭഗവാനെ, പൊന്നുണ്ണി കണ്ണാ, നിന്റെ മനസ്സിൻ്റെ നൈർമല്യം പോലെ തന്നെ ഭക്തജനങ്ങളുടെ ഉള്ളിലും ഈ സന്തോഷം ഉത്സവം പോലെ എന്നും നിലനിൽക്കട്ടെ. ഇടത്തിരികത്ത് കാവിലമ്മേ ശരണം. പൊന്നു ഗുരുവായൂരപ്പാ ശരണം.